ലൈവ് പറയാൻ പറ്റിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ എന്തോ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ എന്ത് എല്ലാവരും എല്ലാതായിക്കോട്ടെ, പക്ഷേ ഈ സോഷ്യൽ മീഡിയനെ മീഡിയനോട് നിങ്ങൾ ഇത്ര വലുതും പറയണ്ട. പിന്നെ എല്ലാവരും പറയണതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കുക. ആവശ്യമുള്ളവർത്ത ആൾക്കാർ പറയുന്നതെല്ലാം കേൾക്കണത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കേൾക്കുക. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ട് നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ ആരുടെ അടുത്തോ നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളവിടെ സോഷ്യൽ മീഡിയയിൽ നിരങ്ങി വയ്ക്കുക. ഇന്ത്യയിൽ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പെട്ടെന്ന് നന്നാവാൻ ചാൻസ് കുറവാണ്. ഇന്ത്യ ഇപ്പോൾ ആര് ഭരിച്ചു കഴിഞ്ഞാലും ഇമ്പോസിബിളാണ് കാര്യങ്ങളൊക്കെ. ആരിപ്പോൾ ഭരിക്കണം, മോദി തന്നെ ഭരിച്ചു കഴിഞ്ഞാലും മോദി നമ്പർ 1 ഇന്ത്യ മാനാണ്. അപ്പോൾ മൂപ്പനെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഭരിക്കുന്ന മന്ത്രിമാരെ കൊണ്ടൊന്നും പറ്റില്ല. അല്ല സ്റ്റാലിനോ അല്ലെങ്കിൽ മറ്റേ തമിഴ്നാട്ടിലത്തെ കർണാടകത്തെ അയാളൊന്നും വന്നിട്ട് ഇപ്പോൾ ഇവിടുത്തെ യുദ്ധം നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നില്ലല്ലോ. മെയിൻ ആൾക്കാർ പോകണ്ടേ. അപ്പോൾ അതാണ് നമ്മളൊക്കെ സ്ഥാനങ്ങളിൽ ഇങ്ങനെ ഓരോ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊന്നും വെറുതെയാണ് കേട്ടോ. പിന്നെ അവരിനെ ഡിപ്പെൻഡ് ചെയ്യുക, അവർ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിരിക്കുക, അതൊക്കെ ഭയങ്കര ബോറ് പരിപാടിയാണ്. അത് കാണാണ്ട് നോക്കുക എല്ലാവരും. പിന്നെ നല്ലത് കാണുക, നല്ലത് ശ്രദ്ധിക്കുക, പഠിക്കാൻ കുട്ടികളാണെങ്കിൽ പഠിക്കുക, അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളൂ. പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക, ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ മൊബൈൽ ഉപയോഗിക്കൽ കമ്മിയാക്കുക. അതൊക്കെ ആയുസ്സിന് കുറച്ചും കൂടി ലൈഫ് കൂട്ടിത്തരാനുള്ള ചാൻസുകളുണ്ട്. പിന്നെന്താ പറയാനുള്ളത്, പൊട്ട കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. അതിലെല്ലാം പെട്ടുപോയിട്ടുള്ള ഒരാളാണ് നമ്മൾ. അല്ലാണ്ട് വെറുതെ ഭയം കൊണ്ട് ബിൽട്ടപ്പ് അടിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇതൊക്കെ അനുഭവം കൊണ്ട് പഠിച്ച ആളാണ് ഞാൻ. ഇപ്പോഴും എനിക്ക് അതിനേക്കാളും വലിയ അനുഭവങ്ങളാണ്. ഇനിയിപ്പോൾ എനിക്കും അതിനേക്കാളും സാമ്പത്തികമാണ്, അതിനേക്കാളും സെറ്റപ്പുമാണ്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യണില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് കൊത്താൻ പറ്റുന്ന സാധനങ്ങളെടുത്ത് കൊത്തുക. അത് പൊക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം എടുത്ത് പൊക്കുക. എടുക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് അവിടെ വയ്ക്കുക. അതൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ പറ്റും അത് മാത്രം ചെയ്യുക. പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക പരമാവധി. മറ്റുള്ള ആളുകൾക്ക് ഒരു ദോഷം വരുത്താണ്ട് നോക്കുക. പിന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് ഞാൻ എല്ലാ സാധനവും